വൈകി വന്ന വസന്തമാണ്. ലൈഫ് ഇസ് ഓൾ അബൌട്ട് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടാതെ സിനിമയിലേക്ക് വരിക, കൂടുതൽ ചിന്തിക്കുന്നതോറും അല്ലെങ്കിൽ കൂടുതൽ അറിവ് നേടുന്നതോറും പേടി കൂടാണ് സാധ്യത. സോഷ്യൽ മീഡിയ ആയിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാ? ഐ റെസ്പോണ്ട് ടു ദ പോസിറ്റീവ് തിങ്സ്. ജൻസിക്കാരെന്നെ പഞ്ഞിക്കിടുമെന്ന് തോന്നുന്നു. വളരെ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? മഹേഷ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കാലാരട്ടൻ സിനിമയുടെ ഒരു സോങ് സീക്വൻസ് ലേ ലഡാക്കിലായിരുന്നു ഷൂട്ട്. മാസ്മരികതയിൽ വിരാജിച്ച് യാത്ര ചെയ്യുക. ഒരു കംഫർട്ട് ഫുഡ് ഏതാ? പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. തൈര്, കപ്പ, മീൻകറി, അച്ചാറ്, ചെറുചുട്ട പപ്പടം, പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ ഉണക്കമീൻ വറുത്തത്. ഇപ്പൊ പറയുമ്പോ തന്നെ വയല് വെള്ളം വരുന്നുണ്ട്. അതാണ് പ്രശ്നം. നമസ്കാരം and welcome to Off Script. Thank you, madam. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. There is nothing to think about. ശരിക്കും ഇത് നോക്കിട്ടെടുത്താണോ? അല്ലല്ല, കാരണം ഭാര്യ എടുത്തോണ്ട് വരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനാണോ? വലിയ കാര്യമായിട്ട് ചിന്തിച്ച് കൂട്ടാത്ത ആളാണോ? അതോ ഓവർ തിങ്ക് ചെയ്യാറില്ല. ഓവർ തിങ്കിങ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ പർപ്പസ്ഫുള്ളി പഠിച്ചതാണോ അതോ ലൈഫ് തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കുന്നതോറും അല്ലെങ്കിൽ കൂടുതൽ അറിവ് നേടുന്നതോറും പേടി കൂടാണ് സാധ്യതയുണ്ട്. അപ്പൊ ഒരു പരിധിവരെ റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകാനായിട്ടും അധികം അറിവ് നേടാതിരിക്കുന്നതാണ് എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു പലരുടെ ലൈഫിലും എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷെ അക്കോർഡിംഗ് ടു മീ എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. വളരെ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ അതോ കുറച്ച് അൺഓർഗനൈസ്ഡ്? പ്ലാനിങ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അൺഓർഗനൈസ്ഡ് ആയിട്ട് വരുമ്പോൾ ഞാൻ ഡിസ്ട്രാക്ട് ആകാറുണ്ട്. പക്ഷേ പ്ലാനിങ് ആയിട്ടുള്ള രീതിയിലല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതിനേക്കാളും നല്ല രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. സോ താങ്ക്ഫുള്ളി അത് അങ്ങനത്തെ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സിനിമ ഇഷ്ടപ്പെടാതെ സിനിമയിലേക്ക് വരിക, അല്ലെങ്കിൽ സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ട് പോലും സിനിമ ഗേവ് മി എ സെക്കൻഡ് ചാൻസ്. പക്ഷെ അത് പിന്നീട് കുറച്ചൊരു ചെറിയൊരു പ്ലാനിങ്ങും അതേപോലെ തന്നെ റിസ്ക് ടേക്കിങ്ങും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആയിരുന്നു. സോ ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ലൈഫ്. നല്ല തിരക്കുള്ള സമയം, ഇടയ്ക്കൊരു തിരക്കില്ലാത്ത സമയം, അങ്ങനെ വന്നാൽ ഇതിനെ എങ്ങനെയായിരിക്കും ബാലൻസ് ചെയ്യുക? ഈ രണ്ട് സമയത്തും ഒരേപോലെ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റാറുണ്ട്? ഒരു മാക്സിമം ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഗെയിംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പം രാവിലെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള ഗെയിം, ബാഡ്മിന്റൺ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. എൻജോയ് ചെയ്യുന്ന ആളാണ്. സിനിമകൾ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. കഥകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു സാധാരണ മനുഷ്യനാണ്. ഈ ഫാമിലി ആയിട്ട് ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇപ്പൊ ഒരു പേരന്റ് എന്നുള്ള റോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ആ ഒരു ഡൈനാമിക്സ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അല്ലേ? അതെ അതെ. കുറെയൊക്കെ നമ്മുടെ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ പുതിയ ആളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. മോന്റെ അടുത്തുനിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അവരെന്നല്ലേ നമ്മളെ റിഫ്ലക്ട് ചെയ്യുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. പഠിക്കുന്നതിനേക്കാൾ ഉപരി അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ശ്രമിക്കാറ്. ഇപ്പം വൈകി വന്ന വസന്തമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു എനർജിയുടെ കൂടെ പിടിച്ചു നിൽക്കാനും അവന്റെ ഒരു ജൻസിയുടെ അല്ലെങ്കിൽ ജനാൽഫയുടെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന് അതിന് വേണ്ടിയിട്ട് ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കുന്നുണ്ടോ? വി ആർ പുട്ടിങ് ഇൻ ആൻ എഫേർട്ട്. അത് കുറച്ച് ടീഡിയസ് ആണ്, സ്റ്റേണൂസ് ആണ്, പക്ഷേ എൻജോയിങ്. ഈ സമയം കണ്ടെത്താന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പൊ തന്നെ ഓടിപ്പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കുമ്പോൾ അതൊരു ക്വാളിറ്റി സമയം ആയിരിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ എഫേർട്ട് എടുക്കുക? എങ്ങനെയാ ഒരു സമയം കണ്ടെത്തുക? ഇല്ല, അതങ്ങനെ വന്ന് ഭവിക്കുന്നതാണ്. ഇപ്പം ചില സമയങ്ങളിൽ ഇപ്പം അവനെ ഇപ്പൊ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാള് മസ്റ്റായിട്ട് അവനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് വേണമെന്ന് വാശി പിടിക്കുന്നവരാണ്. ചിലപ്പം ഷൂട്ടിങ്ങിന്റെ സമയങ്ങളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കാം അത് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടി വരുന്നത്. അങ്ങനത്തെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉള്ളു. സോ ലൈഫ് ഇസ് ഓൾ അബൌട്ട് അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ ഇത്രയും കാലം സിനിമയിൽ നിന്ന ഒരാളെന്നുള്ള രീതിയിൽ സിനിമ തന്ന ഒരു ലൈഫ് ലെസൺ എന്തായിരിക്കും? സിനിമ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ഷമ, പ്രതീക്ഷ, ഹാർഡ് വർക്ക്, ടു ബി ഫോക്കസ്ഡ്, ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാനായിട്ടുള്ള ഒരു വിൽ പവർ അല്ലെങ്കിൽ ഒരു വിഷൻ. പലതരം ആൾക്കാരുമായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് ജെല്ല് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാം.
അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പോലും എങ്ങനെ യു ക്യാൻ ബി യുവർ സെൽഫ്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ. അത് എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമല്ല, ഒരു പ്രൊഫഷൻ ആണെങ്കിൽ പോലും അങ്ങനത്തെ രീതിയിലുള്ള അനുഭവങ്ങളും പാഠങ്ങളും നമുക്കുണ്ടാവും. സോ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. സിനിമയിൽ വരുമ്പോൾ കുറച്ചുകൂടെ സെലിബ്രേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കും എന്നേ ഉള്ളൂ. ഈ സക്സസിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഓവർ ദി ഇയേഴ്സ് മാറിയിട്ടുണ്ടോ? വെൻ യു ആർ 22 അല്ലെ, ആ ഒരു സമയത്തല്ലേ സിനിമയിലേക്ക് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തപ്പോൾ അന്ന് സക്സസ് എന്ന് കണ്ടിരുന്നത് തന്നെയാണോ ഇപ്പോഴും സക്സസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? ഇല്ല, അന്ന് സക്സസ് ഐ തിങ്ക് ഐ വാസ് നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ്. കാരണം ഞാൻ അതിനുവേണ്ടി അങ്ങനെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എഫേർട്ടുകളും എനിക്ക് അതിനുവേണ്ടിയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഐ ആം ഡൂയിങ് ദാറ്റ്. അതിനായിട്ടുള്ള സമയങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്, മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, മാറി സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അപ്പോൾ കിട്ടുന്ന ഒരു വിജയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കത് ഡിസേർവിങ് ആണെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസം അത് ജനങ്ങളും സമൂഹവും നമുക്ക് തരുന്നുണ്ട്. സോ അത് തീർച്ചയായിട്ടും അന്ന് കിട്ടിയ സക്സസും ഇന്ന് നൽകുന്ന അല്ലെങ്കിൽ തരുന്ന സക്സസും തമ്മിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. ഈ റിലേഷൻഷിപ്പിലും ഓവർ ദി ഇയേഴ്സ് നമുക്ക് ചേഞ്ചസ് വരുമല്ലോ. നമ്മൾ ആളുകളെ ചൂസ് ചെയ്യുന്ന പാറ്റേൺ, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പാറ്റേൺ, അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരു എപ്പോഴും കൂടെയുള്ളൊരു സർക്കിളൊക്കെ. അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. അത് അന്നും ഇന്നും കൂടെയുള്ള, അല്ലെങ്കിൽ പണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ് തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ അടുത്ത് തന്നെ ഞാൻ ആലപ്പുഴ തിരിച്ചു പോയപ്പോൾ കുറേ നാൾക്ക് ശേഷം പോയപ്പോൾ പഴയ ഫ്രണ്ട്സുമായിട്ടൊന്നും കൂടെ ഒന്ന് റീകണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഇറ്റ് വാസ് ഓൾ വെരി എന്താ പറയുക മെമ്മറബിൾ മൊമെന്റ്സ്, അല്ലെങ്കിൽ ചെറിഷബിൾ മൊമെന്റ്സ്. സിനിമയിലാണെങ്കിലും പണ്ട് മുതലുള്ള ഒരുപാട് സഹയാത്രികരുടെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുകയാണെങ്കിൽ പോലും ആ സൗഹൃദം അതേ രീതിയിൽ അതേ അളവിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പുതിയ ജനറേഷനിലെ ആൾക്കാരുമായിട്ട് പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. അത് തീർച്ചയായിട്ടും ആ രീതിയിൽ ഞാൻ ആസ്വദിക്കാറുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. ഇഷ്ടംപോലെ യാത്ര ചെയ്യാറുണ്ടല്ലോ? ഉറപ്പായിട്ടും. അത് ഇതുപോലെ പ്ലാൻഡ് യാത്രകളാണോ, അതോ പെട്ടെന്ന് ഒരു ബാക്ക് പാക്ക് എടുത്ത് പോകാൻ പറ്റുന്ന ആളാണോ? രണ്ടും ഉണ്ട്. ഞാൻ ആ രീതിയിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അത് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീങ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. നമ്മൾ ഓൺ ദ സ്പോട്ട് ചിലപ്പം നാളെ അതാണ് ഷൂട്ട്, അല്ലെങ്കിൽ നാളെ ഇതാണ് ഷൂട്ട്, നമുക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് തന്നിട്ട് സ്കെഡ്യൂൾ ആയിരിക്കില്ല നാളെ സംഭവിക്കുന്നത്. ഒരു മഴ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് മാറും, ഷിഫ്റ്റിംഗ് സംഭവിക്കും, അല്ലെങ്കിൽ ആ സീനുകൾ മാറും. അപ്പം നമ്മൾ നേരത്തെ പ്രീ കൺസീവ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കില്ല പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. സോ വി ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ദാറ്റ് ചേഞ്ചിങ് സെനാരിയോസ്. അപ്പോൾ ആ രീതിയിൽ ഐ എം ഓൾ വെൽ ഫോർ പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ട്രാവൽസ്. എങ്ങോട്ടേക്ക് പോകാനായിരിക്കും? ഇപ്പോൾ ഒരു പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ അതൊരു ഹിൽ സൈഡ് ആണോ, അല്ലെങ്കിൽ ബീച്ചാണോ? വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ? എന്താണെങ്കിലും വാട്ട് എവർ ഗിവ്സ് മീ ഹൈ. അതിപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിലും ചൂട് ഞാൻ അധികം അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല, പക്ഷെ അതിനെ എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ അടുത്ത് തന്നെ മഹേഷ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക ലാലേട്ടൻ സിനിമയുടെ ഒരു സോങ് സീക്വൻസ് ലേ ലഡാക്കിലായിരുന്നു ഷൂട്ട്. അപ്പോൾ വൈഫ് പാക്ക് ചെയ്ത് വെച്ചപ്പോൾ നല്ല ജാക്കറ്റും പഫ ജാക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ലേയിലെത്തിയപ്പോൾ ഒടുക്കത്തെ ചൂടാണ്, ഒരു രക്ഷ, ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ആ ഒരു നേച്ചറും അതിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷൻ ഒരു 3.5 hours ജേർണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കൊക്കെ വായിച്ച് പോകാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു സെക്കൻഡ് പോലും ഉറങ്ങുകയോ അല്ലെങ്കിൽ ബുക്ക് വായിക്കാനോ സാധിച്ചില്ല. ആ നേച്ചറിൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു സൗന്ദര്യവും ഒക്കെ കണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു മാസ്മരികതയിൽ വിരാജിച്ച് യാത്ര ചെയ്യുമായിരുന്നു. സോ ദാറ്റ് ഇസ് ഇറ്റ്, ഐ എൻജോയ് ഇറ്റ്. ആ മൊമെന്റിലായിരിക്കുമ്പോഴും നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ആവുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ വേഗം അത് ഫോട്ടോ ആക്കാൻ നോക്കും, അല്ലെങ്കിൽ വീഡിയോ ആക്കാൻ നോക്കും. ചിലപ്പോൾ നമുക്ക് മൊമെന്റ് ആ ട്രൂ സെൻസിൽ ചിലപ്പോൾ മിസ് ആവാറുണ്ട്. അപ്പം അങ്ങനെ ഗാലറിയിൽ സൂക്ഷിക്കുന്ന പരിപാടി ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ ഈ ലേ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ ഞാൻ പ്രിയയോട് പറഞ്ഞത്, ഇപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന മൊബൈലിലുള്ള പിക്ചേഴ്സിൽ കാണുന്നതിനേക്കാളും സൗന്ദര്യം ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് നമ്മൾ കാണുന്ന ആ വിഷ്വൽസ് എന്ന് പറയുന്നത്. സോ അത് കണ്ണിന് മാത്രമല്ല മനസ്സിനും നമുക്കൊരു കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് യാത്രകളെ കുറിച്ച് പറയാം. യാത്രയിലുള്ള കമ്പാനിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ, അതോ സോളോ ട്രിപ്പ് ആണെങ്കിലും? എന്താണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഇപ്പം കൂടുതലും ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം സോ വി എൻജോയ് ദാറ്റ് കമ്പാനിയൻഷിപ്പ് ആൻഡ് കമ്പനി ഡ്യൂറിങ് ദി ട്രിപ്സ്. സോഷ്യൽ മീഡിയ ആയിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാ?
വളരെ nice. സമയം സ്പെൻഡ് ചെയ്യാറുണ്ടോ ധാരാളമായിട്ട്? അത്യാവശ്യം ഒരുപാടില്ല, ബട്ട് ഐ ഡു സ്ക്രോൾ ത്രൂ ദ സോഷ്യൽ മീഡിയ തിങ്സ് ആൻഡ് എല്ലാം എൻജോയ് ചെയ്യാറുണ്ട്. ബ്രിക്ക് ബാറ്റ്സ് ആണെങ്കിലും പോസിറ്റീവ് അപ്രീസിയേഷൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ആണെങ്കിലും എല്ലാം. സോ ഐ ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സ്ട്രൈഡ്. കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കാറുണ്ടോ? എല്ലാം വായിക്കാറില്ല. ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻടു ദ ഹാർട്ട് ഓർ മൈൻഡ്. ഓക്കെ, അത് ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഹിറ്റ് ചെയ്താൽ എന്തായിരിക്കും ചെയ്യുക? വാട്ട് ഈസ് ദ വെന്റ് ഔട്ട് ലൈക്ക്? എങ്ങനെയാ അത്? പിന്നെ I respond to the positive things. The negative ones I just I don't mind it. ഓക്കെ, But if it's a true thing, if it's a positive criticism, I do accept it. അത്രേ ഉള്ളൂ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പറയാൻ പറ്റുന്ന എന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടോ ഓവർ ദി ഇയേഴ്സ്? എന്തെങ്കിലും ചില ഫിലിം സെലക്ഷൻസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സീനുകളിൽ ഞാൻ ഇമോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് എന്താണെന്നുള്ള പർട്ടിക്കുലർ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് ഉണ്ടാവാറുണ്ട്. മേ ബി അത് നാച്ചുറലി അത് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്തെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഓവർ ദി ഇയേഴ്സ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണുമ്പോൾ അത് നന്നാക്കാമായിരുന്നു നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാറുണ്ട്. എല്ലാ സെറ്റിലും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ചാക്കോച്ചൻ ഒരു ഫുഡിയാണ് എന്നുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾ മാത്രമല്ല, അത് കൊടുക്കാനും ഇഷ്ടമുള്ള ആളാണ്, ഫുഡ് കണ്ടുപിടിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഫുഡിനോടുള്ള ആ ഒരു റിലേഷനെ കുറിച്ചും കൂടെ ഒന്ന് പറയുമോ? എൻ്റെ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോസിൻ്റെ കൂടെ ഒരു ഗാലറിയിൽ കാണാവുന്നത് ഫുഡിനെ പറ്റിയുള്ള എക്സ്പ്ലോറേഷൻസ് അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻസ് നടത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓരോ സ്ഥലങ്ങളിലും എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി കാര്യങ്ങൾ എന്നുള്ളതും അത് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല പണി കിട്ടാറുണ്ട്, പക്ഷെ ഐ ഡു എൻജോയ് ഇറ്റ്. അത് ഓരോ സ്ഥലങ്ങളുടെയും ഒരു നേറ്റീവ് അല്ലെങ്കിൽ ഒരു ലോക്കൽ ടേസ്റ്റ് അല്ലെങ്കിൽ ക്വിസീൻ അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ഷീസ് എ ഡാം ഗുഡ് കുക്ക്. അപ്പോൾ വീട്ടിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ സിനിമ സെറ്റുകളിൽ പോലും നമുക്ക് അത് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് വി എൻജോയ് ഇറ്റ്. ഒരു കംഫർട്ട് ഫുഡ് ഏതാ? എപ്പോൾ തന്നാലും ഞാൻ ഓക്കെ എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടോ? ജൻസിക്കാരെന്നെ പഞ്ഞിക്കിടുമെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. But that is one of the nutritious food. അതിന്റെ കോമ്പിനേഷൻസ് എന്തൊക്കെയാ വേണ്ടത് പഴങ്കഞ്ഞിക്ക് കൂടെ? ഇപ്പൊ പറയുമ്പോ തന്നെ വയല് വെള്ളം വരുന്നുണ്ട്, അതാണ് പ്രശ്നം. തൈര്, കട്ടത്തൈര്, കപ്പ, നല്ല കപ്പ പുഴുങ്ങിയത്, മീൻകറി, അല്ലെങ്കിൽ കാച്ചിമോര്, അച്ചാറ്, കടുകുമാങ്ങ അച്ചാർ അല്ലെങ്കിൽ കണ്ണിമാങ്ങ അച്ചാറ്, ചുട്ട പപ്പടം, പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ ഉണക്കമീൻ വറുത്തത്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. നാളെ തന്നെ ഉണ്ടാക്കണതൊക്കെ. ഡ്രൈവിംഗ് ഒരു പാഷനാണോ? അതിന് വേണ്ടിയിട്ട് കുറെ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ടോ? അതോ യാത്രകൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൂഡൊന്ന് അപ്പാക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ട്, സങ്കടം വരുമ്പോൾ ഡ്രൈവ് ചെയ്യാറുണ്ട്. എൻജോയിങ് അല്ലെങ്കിൽ എന്താ പറയുക, കൂട്ടുകാരോടൊപ്പം ഒരു യാത്ര അത് എൻജോയ് ചെയ്യാറുണ്ട്. വൈഫിൻ്റെ കൂടെയുള്ള യാത്രകൾ, ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ, എന്ത് യാത്രയാണേലും അത് ഞാൻ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് കൂടെ എനിക്കൊരു താല്പര്യമുള്ള കാര്യമാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഒരേ വണ്ടിയിൽ സ്റ്റിക്ക് ചെയ്യാറുണ്ടോ? അതോ ട്രൈ ഡിഫറെന്റ് വെഹിക്കിൾസ് ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പോഷ് കായിനാണ്, ദാറ്റ്സ് എ ഡ്രൈവേഴ്സ് കാർ. അപ്പോൾ അത് ഐ എൻജോയ് ഇറ്റ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. കുറെ നാൾ കൂടിയിട്ടാണെങ്കിലും കുറച്ച് സമയമാണെങ്കിലും അത് സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.